നമസ്കാരം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് സിനിമകളുടെയൊക്കെ പ്രൊമോഷൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സിനിമകളും വളരെ നല്ലതാണ് എന്ന് എൻ്റെ സുഹൃത്തുക്കളടക്കം അല്ലെങ്കിൽ നമുക്ക് നേരിട്ടറിയുന്ന ആളുകളൊക്കെ പറഞ്ഞ്, ഞാനങ്ങനെ അധികം സിനിമ തിയേറ്ററിൽ പോയി ഇപ്പോൾ കാണാറില്ല. എങ്കിലും ഇങ്ങനെ ആളുകൾ വളരെ നല്ലതാണ് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ് കേൾക്കുമ്പോൾ പിന്നീട് അത് OTT പ്ലാറ്റ്ഫോമിലൊക്കെ റിലീസാകുന്ന സമയത്ത് കാണാറുണ്ട്. അപ്പൊ ഇന്ന് ഒരുപാട് സിനിമകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ്, ഡയറക്ടർ ബ്രില്യൻസ്, ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അഭിനയത്തിന്റെ പീക്ക് ലെവൽ, സ്റ്റൈല് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതൊന്നും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് പോലെ അല്ല പറയുന്നത്. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വർണ്ണനകൾ എഴുതുന്നത് പോലെ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നത് പോലെയാണ് പറയുന്നത്. ചില ആൾക്കാർ ചിലപ്പോൾ അവരുടെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയും, ചിലർ പെയ്ഡ് റിവ്യൂ പറയും. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ അഭിപ്രായം വളരെ നല്ലതാണെന്ന് കേട്ടതിന് ശേഷം കണ്ടപ്പോൾ എനിക്ക് അത്ര അധികം നല്ലതായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ഈ പറയുന്ന ആളുകളുടെ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള വീക്ഷണവും എൻ്റെ വീക്ഷണവും ഡിഫറൻ്റ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് പറയുന്ന ആളുകളുടെ ഔട്ട്ലുക്ക് ഡിഫറൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഏജ് ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ അഭിരുചികൾ ഡിഫറൻ്റ് ആയതുകൊണ്ടായിരിക്കാം. എനിവേ, സിനിമയെ കുറിച്ചല്ല, ഏതൊരു കലാരൂപത്തിനെ കുറിച്ച് ഏതൊരു മനുഷ്യൻ അഭിപ്രായം പറയുന്ന സമയത്തും അവൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, അവൻ്റെ പേഴ്സണാലിറ്റി, അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രൊമോഷൻ ചെയ്ത് നമുക്ക് പരസ്യമാണെന്ന് തോന്നാത്ത രീതിയിൽ ഒരുപാട് ഹൈപ്പ് കൊടുത്തതിന് ശേഷം പല സിനിമകളിലും അത്ര വലിയ കാമ്പുള്ളതായിട്ട് നമുക്ക് തോന്നാത്തതായിട്ടുള്ള അവസ്ഥ. ഈ അടുത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു കാമ്പുള്ളതായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ ഉടക്കി നിന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു ഫീലിംഗ് കിട്ടിയ ഒരു സിനിമ എന്ന് പറയുന്നത് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയാണ്. മറ്റ് ഈ സമയത്ത് അതിന് മുൻപ് ശേഷവും റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ കുറേ സിനിമകൾ പലരും നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് എനിക്ക് എൻ്റെ ഇത്രയും സമയം വേസ്റ്റായി പോയല്ലോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. അത് ഏതൊക്കെ സിനിമയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വീക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന വേറെയും ആൾക്കാരുണ്ടായിരിക്കാം. ഈ ഹൈപ്പ് കേട്ട് കണ്ടു കഴിയുമ്പോൾ, കാരണം ഇത് കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല അഭിപ്രായം പറയാം. കാരണം അവരെന്താണ്, പണ്ട് കാലം മുതലേ ഉള്ള സിനിമകൾ കൃത്യമായിട്ട് വീക്ഷിക്കാതെ ഇന്ന് കുറച്ച് സിനിമകൾ കണ്ട ബെഞ്ച് ഓഫ് ഫിലിംസ് ഇന്ന് കണ്ട ആൾക്കാരാണ്. പണ്ട് കാലം തൊട്ടേ നമ്മൾ ലോക സിനിമകൾ, അത് ഏത് രാജ്യത്തിൻ്റെ ആയിക്കോട്ടെ, അത് യൂറോപ്പിൽ നിന്നുള്ളതായിക്കോട്ടെ, ഇറാനിയൻ സിനിമകളായിക്കോട്ടെ, ഏഷ്യയിൽ നിന്നുള്ളതായിക്കോട്ടെ, ചൈനീസ് ആയിക്കോട്ടെ, ജാപ്പനീസ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അതെല്ലാം കണ്ടുവന്നിട്ട് നമ്മൾ ഇന്ന് പലതും കാണുമ്പോൾ നമുക്ക് അതിലൊക്കെയുള്ള കോപ്പിയടികൾ നമുക്ക് ഒരുപാട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നിന്ന് ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ ഒരാളുടെ ഉള്ളിൽ നിന്നുള്ള ക്രിയേറ്റിവിറ്റി വരുന്നത് നമുക്ക് അപൂർവ സിനിമകളിലാണ് കാണാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് അങ്ങനെയുള്ള സിനിമകളാണ് താല്പര്യം തോന്നിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും, ഇപ്പോൾ നമുക്ക് ചില സിനിമകളോട് വളരെയധികം ഇഷ്ടം തോന്നും, ചില സിനിമകളോട് നമുക്ക് ഒട്ടും താല്പര്യം തോന്നില്ല. നമുക്ക് ഇഷ്ടം തോന്നിയ ഒരു സിനിമ വേറൊരാൾക്ക് ചിലപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ കുറേ പേർക്ക് ഇഷ്ടം തോന്നിയ ഒരു സിനിമയോട് നമുക്ക് ചിലപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിക്കോണമെന്നില്ല. ചില സിനിമകൾ നമുക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ചില എലമെന്റ്സ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് മനഃശാസ്ത്ര വശങ്ങളിൽ കൂടെ, സിനിമയും മനഃശാസ്ത്രവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അഭിരുചി. ഒരാൾക്ക് വളരെ മാസ്സായിട്ടുള്ള സിനിമകളായിരിക്കും ഇഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റൈലുകളും സ്ലോ മോഷനും ഹീറോയിസും ഒക്കെ കാണിക്കുന്ന സിനിമകളായിരിക്കും ഇഷ്ടം. എന്നാൽ ചിലർക്ക് പക്ഷേ വളരെ സ്ലോ ആയിട്ടുള്ള, ഇപ്പോൾ സാധാരണ ആൾക്കാർ അവാർഡ് പടം എന്നൊക്കെ പറയുന്ന പോലത്തെ സിനിമകളായിരിക്കും ചിലപ്പോൾ ഇഷ്ടം. ചിലർക്ക് ത്രില്ലർ സിനിമകളായിരിക്കും ഇഷ്ടം. ചിലർക്ക് കുറച്ചും കൂടെ നാടകീയത നിറഞ്ഞ സിനിമകളായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അയാളുടെ അഭിരുചി എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയാണോ ചീത്ത സിനിമയാണോ എന്നുള്ള അഭിപ്രായം പറയുന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ എല്ലാ ആർട്ടിന്റെയും ആസ്വാദനം എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരു മനുഷ്യന്റെ ഫെനമനോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ആ മനുഷ്യന്റെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ അയാൾ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യാണ്. അപ്പോൾ അയാളുടെ പാസ്റ്റ് ലൈഫ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അയാളുടെ ഇപ്പോൾ ഉള്ള ലൈഫുമായിട്ട് അയാൾ കണക്ട് ചെയ്ത് നോക്കും. പല സിനിമയും കാണുന്ന സമയത്ത് നമ്മൾ ചിലപ്പം നായകന്റെ സ്ഥാനത്ത് ചിലപ്പോൾ നമ്മളെ ആയിരിക്കും ചിലപ്പോൾ സങ്കല്പിക്കുന്നത്. സിനിമ കാണുമ്പോൾ നമുക്ക് നായകനാകണം എന്നുള്ളൊരു ആഗ്രഹം ചിലപ്പോൾ നമുക്കുണ്ടാവും. നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വരെ നമുക്കും ഒരു BGM ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഫീലിലായിരിക്കും പല ആൾക്കാരും ഉണ്ടാകുന്നത്. എനിവേ, ലൈഫിന് BGM ഇല്ല, പക്ഷേ സിനിമയിൽ BGM ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് ഈ അഭിപ്രായം മാറും. ആർട്ട് എന്ന് പറയുന്നത് പ്യൂർലി സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഒരു സിനിമയിൽ നമ്മുടെ ജീവിതം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു സിനിമയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഒരു സിനിമയിൽ ഓടുന്നത് എന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്ക് അതുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. അങ്ങനെ നിർബന്ധമില്ല. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതമല്ല, വേറെ രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു സിനിമയായിരിക്കും ചിലപ്പോൾ കാണുന്നത്. ആ വ്യത്യസ്തത കാരണം, നമ്മൾ ആ ക്യൂരിയോസിറ്റി കാരണം അത് കണ്ടിരുന്ന് അതിനെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയാനും സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഹൈപ്പ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഈ ഹൈപ്പ് വളരെ അമിതമായി കഴിയുമ്പോൾ ഈ എക്സ്പെക്ടേഷൻസ് കാണാൻ പോകുന്ന ആൾക്കാർ ഭയങ്കര പ്രതീക്ഷ വെച്ചുകൊണ്ട് കാണാൻ പോകും. അങ്ങനെ കാണാൻ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹൈപ്പിൽ കണ്ട അത്ര സംഭവങ്ങൾ ഈ സിനിമയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന സമയത്ത് അയാൾക്ക് ആ സിനിമ വലിയൊരു സംഭവമായിട്ട് തോന്നില്ല. അയാൾ പറയാം ആ സിനിമ അത്ര പോരാ എന്നുള്ളൊരു അഭിപ്രായം വരും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കല സൃഷ്ടിക്കുന്ന ആളുകൾ ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കുന്നതിന് പകരം സൈക്കോളജിക്കലി എങ്ങനെയാണ് ആൾക്കാർ ഇതിനെ എടുക്കുന്നത് എന്നുള്ള ഒരു വശവും കൂടെ പരിഗണിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുകയും അതിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിന് സിനിമയെന്നല്ല ഏത് സംഗതി ആയാലും ആ മാർക്കറ്റിങ്ങിൻ്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യക്തിഗതമായിട്ടുള്ള മൂഡുകൾ, ചില ആൾക്കാർ വളരെ സന്തോഷത്തിലിരിക്കുമ്പോഴായിരിക്കും സിനിമ കാണുന്നത്, ചിലർ ബോറടിച്ചിരിക്കുമ്പോഴായിരിക്കും സിനിമ കാണുന്നത്, ചില ആൾക്കാർ വളരെയധികം ദുഃഖത്തിലും ടെൻഷനിലും ഒക്കെ ഇരിക്കുമ്പോൾ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും സിനിമ കാണുന്നത്. ഓരോ സ്റ്റേറ്റിലിരുന്ന് ഒരേ സിനിമ കാണുന്ന ഒരേപോലത്തെ ഏകദേശം അഭിരുചിയുള്ള ആൾക്കാരാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ബോറടിച്ചിരിക്കുന്ന സമയത്ത് വലിയ സംഭവമൊന്നും ഇല്ലാത്തൊരു ചെറിയ കോമഡി സിനിമ കാണുകയാണെങ്കിൽ പോലും നമുക്കത് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ സിനിമയുടെ പലതരം സിനിമകളുണ്ട്. ആക്ഷൻ സിനിമകളുണ്ട്, ത്രില്ലർ സിനിമകളുണ്ട്, റൊമാൻറ്റിക് സിനിമകളുണ്ട്, പല രീതിയിലുള്ള സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ക്രൈം ഫിലിംസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ത്രില്ലർ സിനിമകളായിരിക്കും ഇഷ്ടം, ചിലർക്ക് ആക്ഷൻ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് കോമഡി ആയിരിക്കും ഇഷ്ടം. ആ ഒരു ഏത് അഭിരുചിയാണ് അയാളുടെ ഉള്ളതും അയാൾ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന സമയത്ത് അയാളെ സ്വാധീനിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. ഇപ്പം ആക്ഷൻ സിനിമ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാവില്ല, അത് എത്ര മികച്ച രീതിയിലാണ് അതിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നുള്ളത്. അപ്പം നല്ലൊരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യാനും ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഇഷ്ടപ്പെടുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യാനും മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ കോമഡി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിനുള്ള എലമെന്റ്സ് ആ സിനിമയിലേക്ക് ഘടിപ്പിക്കുമ്പോൾ ഓൾമോസ്റ്റ് കൂടുതൽ ഓഡിയൻസിനും അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങൾ അതിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള താരത്തിനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഈ സിനിമയിൽ കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറ്റം പറയാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലർക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളായിരിക്കും കൂടുതൽ ഇഷ്ടം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്റർടൈൻമെന്റിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കാഴ്ചക്കാരൻ്റെ വീക്ഷണത്തിൽ വരുന്ന ഒരുപാട് എലമെന്റ്സ് ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിനിമയുടെ കഥ ക്ലിയർ ആയിരിക്കണം, നല്ലൊരു സ്റ്റോറി ഉണ്ടായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാർക്കും അതിനോട് താല്പര്യം കൂടാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരു സിനിമ നല്ലതാണോ മോശമാണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ആ സിനിമയോട് കാഴ്ചക്കാരൻ എത്രമാത്രം കണക്റ്റഡ് ആയി എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വീക്ഷണങ്ങളും ഉണ്ട്, എന്നാൽ കുറച്ച് മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങളും ഉണ്ട്. കലയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇതിൽ ചേർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കും പങ്കുവെക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.